അടി തെറ്റിയാൽ ആനയും വീഴും എന്നൊരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ട് കാണും. അടി തെറ്റിയാൽ അടൂരും വീഴും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പുതുമൊഴി. ഈ പഴഞ്ചൊല്ലുകളാണെങ്കിലും അതൊക്കെ കാലോചിതമായിട്ട് പരിഷ്കരിക്കേണ്ട ഒരു ആവശ്യമാണ്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഈ പഴഞ്ചൊല്ലുകൾ പലതും കീഴാളവർഗത്തോടുള്ള അവഹേളനവും ജാതി അധിക്ഷേപവും നിന്ദയും ഒക്കെ അടങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെ കാലോചിതമായിട്ട് പരിഷ്കരിക്കേണ്ടത് ഒരു അത്യാവശ്യവുമാണ്. അടി തെറ്റിയാൽ അടൂരും വീഴും എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഈ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ പ്രസിദ്ധനായ ഒരു സിനിമാ സംവിധായകനുണ്ട്. നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ പറ്റി കേട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കും. പുള്ളി സ്വയംവരം എന്ന് പറഞ്ഞ ആദ്യത്തെ സിനിമയ്ക്ക് തന്നെ ദേശീയ അവാർഡ് കിട്ടിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ കൊടിയേറ്റം എന്ന സിനിമയും വളരെ പ്രസിദ്ധമാണ്. അതിലാണ് ഗോപി എന്ന നടന് ഭരത് അവാർഡ് കിട്ടിയത്. പിന്നീട് അദ്ദേഹം എലിപ്പത്തായം എടുത്തു. എലിപ്പത്തായത്തിന് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവാർഡ് കിട്ടി. സത്യജിത് റായ്ക്ക് ശേഷം പിന്നെ ഒരു ഇന്ത്യക്കാരന് ഈ അവാർഡ് കിട്ടിയത് അടൂരിനാണ്, അത് എലിപ്പത്തായത്തിനാണ്. പിന്നീട് അദ്ദേഹം അനന്തരം, മുഖാമുഖം, കഥാപുരുഷൻ, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. പിന്നെ മമ്മൂട്ടിയെ വെച്ചിട്ട് ഭാസ്കര പട്ടേലിനും എൻ്റെ ജീവിതവും എന്ന കഥയെ ആസ്പദമാക്കി വിധേയൻ എന്ന സിനിമ. അങ്ങനെ മലയാള സിനിമയുടെ പേരും പെരുമയും അങ്ങ് കിഴക്കേ ചക്രവാളം തൊട്ട് പടിഞ്ഞാറേ ചക്രവാളം വരെ വ്യാപിപ്പിച്ച ഒരാളാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ. അപ്പോൾ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തെക്കുറിച്ച് ഇന്ന് വരെ ആരും അങ്ങനെ ദുഷിച്ച് പറഞ്ഞു കേട്ടില്ല. പുള്ളി സിനിമാറിന് ദിലീപിനെ കലവറയില്ലാതെ പിന്തുണച്ചപ്പോൾ പോലും ഈ നാട്ടിലെ WCCക്കാർ പോലും പുള്ളി അപലപിച്ച് ഒരു പ്രമേയം പാസ്സാക്കിയിട്ട് നമുക്കറിയില്ല. അവരെയൊക്കെ നമ്മുടെ ഗോപാലകൃഷ്ണൻ കൊച്ചാട്ടനാണല്ലോ എന്ന് കരുതി അങ്ങ് ക്ഷമിച്ചു. ഇപ്പോഴാണ് ദാണ്ടേ പുള്ളിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ, ഇദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പുഷ്പവതി എന്ന് പറഞ്ഞൊരു ഗായിക, അവർ കേരള ഈ സംഗീത നാടക അക്കാദമിയുടെ ഉപാധ്യക്ഷയും കൂടിയാണ്. അവരെഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇവർക്ക് ആരാണ് എൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ അധികാരം കൊടുത്തത്? സത്യത്തിൽ പുള്ളിക്ക് പറ്റിയ തെറ്റതാണ്. ഈ പുഷ്പവതി അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ളതാണ് പുള്ളി ഒന്നാമത്തെ തെറ്റ്. പുഷ്പവതി അറിയാത്തവർ ഇപ്പോൾ അവർക്ക് പിന്നെ ഈ നാട്ടിൽ എന്ത് വിലയുള്ളത്? പി സുശീലെ അറിയാത്തവരുണ്ടാവും, എസ് ജാനകി അറിയാത്തവരുണ്ടാവും, KS ചിത്ര അറിയാത്തവരുണ്ടാവും, LR ഈശ്വരിയെ, പി ലീലയെ, അല്ലെങ്കിൽ സിതാര കൃഷ്ണകുമാറിനെ വരെ അറിയാത്ത ആൾക്കാരുണ്ടാവും. പക്ഷേ പുഷ്പാവതി അറിയാതിരിക്കാന്ന് വെച്ചാൽ കേരള സംസ്ഥാനത്ത് അത് വലിയ കുറ്റമാണ്. അത് തന്നെ ഒരു വലിയ ക്രൈമാണ്. പുഷ്പവതിയെപ്പോലെ അഖില ലോക പ്രസിദ്ധിയായ ഒരു ഗായികയെ അറിയില്ല എന്ന് പറഞ്ഞാൽ, ലതാ മങ്കേഷ്കറെ അറിയില്ല എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഒരു ന്യായമുണ്ട്. അതിന് പകരം പുള്ളി എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അത് ഒന്നാമത്തെ തെറ്റ്. അത് തന്നെ ക്രിമിനൽ കുറ്റമാണ്. രണ്ടാമത്, പുഷ്പവതി ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ നോക്കിയപ്പോൾ അദ്ദേഹം പ്രസംഗം നിർത്തി സീറ്റിൽ ഇരിക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ പുഷ്പവതിയെ തടസ്സപ്പെടുത്തിയത് കൈയടിച്ച് അഭിനന്ദിക്കുകയാണ് ചെയ്തത്, പുഷ്പവതിയെ അനുമോദിക്കുകയാണ് ചെയ്തത്. അതിന് പകരം പുള്ളി എന്ത് ചെയ്തു? എൻ്റെ പ്രസംഗം നിങ്ങൾ എന്തിനു തടസ്സപ്പെടുത്തുന്നു എന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ പുഷ്പവതി തടസ്സപ്പെടുത്തിയപ്പോൾ പുള്ളി തുടർന്ന് പ്രസംഗിച്ചതാണ് തെറ്റ്. അത് തന്നെ വലിയ ക്രൈമാണ്. അപ്പോൾ ഈ രണ്ട് ക്രൈമും മുൻനിർത്തി പുള്ളിയുടെ പേരിൽ SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് പ്രകാരം പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തത് നമ്മുടെ നാട്ടിലെ ഒരു യുവ പോരാളിയാണ്. ഇദ്ദേഹത്തെ പണ്ട് കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ നിന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു വിട്ടതെന്ന് വെച്ചാൽ, ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ഇടകലർന്നിരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പുള്ളി ശബ്ദം ഉയർത്തി. സ്ഥലം ഫാറൂഖാണ്. MSFകാർ, യൂത്ത് ലീഗുകാർ, അതുപോലെ KM ഷാജിയെ പോലുള്ള ധീര പോരാളികളൊക്കെ കോപാകുലരായി. അങ്ങനെ ഇടകലർന്നിരിക്കണമെങ്കിൽ നിങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് കാശ് ചിലവാക്കി കോളേജ് പണിച്ചിട്ട് അവിടെ ഇരുന്നാൽ മതി, ഇവിടെ നടക്കില്ല എന്നവർ പറഞ്ഞു. പ്രിൻസിപ്പളും അത് തന്നെ പറഞ്ഞു. ഈ ചെറുപ്പക്കാരനായ കുഴപ്പത്തിലേ പുള്ളിക്കാരന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു അഭിഭാഷക, ഒരു സവർണ മൂരാജിയായ അഭിഭാഷക കേസ് കൊടുത്ത് ബ്രാഹ്മണനായ ഒരു ജഡ്ജി എടുത്ത് സ്റ്റേ മേടിച്ചു. അന്ന് പുള്ളിക്ക് ബ്രാഹ്മണ മേധാവിത്വത്തോട് സവർണ മേധാവിത്വത്തോട് ഇത്ര എതിർപ്പുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതങ്ങ് കഴിഞ്ഞുപോയി. 3 കൊല്ലം പുള്ളി ആ സ്റ്റേയുടെ ബലത്തിൽ ഫറൂഖ് കോളേജിൽ പഠിച്ചു. ഫറൂഖ് കോളേജിൽ തല കുത്തി നിന്ന് നോക്കി സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ. പക്ഷേ ഈ ബ്രാഹ്മണ മൂരാജിയായ ജഡ്ജി പിടിച്ച പിടിയാലെ എന്ത് ചെയ്തു? ഇയാൾ കോളേജിൽ നിന്ന് പാസ്സായി പോണവരെ അത് നീട്ടിക്കൊണ്ടുപോയി. അങ്ങനെ പഠിച്ച് പരീക്ഷ പാസ്സായ ആളാണ് പുള്ളി. ഇപ്പോൾ വലിയ ഗവേഷകനാണ്, ചിന്തകനാണ്, ദളിത് ബുദ്ധിജീവിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ പരാതികൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. പുള്ളിയുടെ ഈ പരാതി കിട്ടിയ വഴിക്ക് അടൂർ ഗോപാലകൃഷ്ണനൊക്കെ കിടുങ്ങിയിരിക്കുകയാണ്. പുള്ളിക്കിപ്പോൾ രാത്രി ഉറക്കമില്ല, ഊണിന് ആസ്ഥ കുറഞ്ഞു, നിദ്ര നിശ്ചയിക്കൽ പോലും ഇല്ലാതെയായി എന്ന അവസ്ഥയിലായി. ഒരു ഉറക്കം കഴിയുമ്പോൾ പുള്ളി പുഷ്പാവതി എന്ന് പറഞ്ഞ് ഞെട്ടി ഒളിച്ച് എഴുന്നേക്കും. എപ്പോഴാണ് പോലീസുകാർ വീട് വളഞ്ഞ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നമുക്ക് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു ഭയങ്കരമായ പ്രതിസന്ധിയിൽ കൂടി ഇപ്പോൾ അടൂർ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതും കൂടാണ്ടാണ് നേരത്തെ പറഞ്ഞ പോലീസ് പരാതി കൂടാതെ ഇദ്ദേഹത്തിനെതിരായിട്ട് ഇപ്പോൾ WCC, ദിശ, അതുപോലെ അന്വേഷി,
മുതലായ ഭീകര സംഘടനക്കാരെല്ലാം കൂടി ചേർന്ന് പരാതി കൊടുത്തിരിക്കുകയാണ്. ഇവരുടെയൊക്കെ പരാതികൾ വനിതാ കമ്മീഷന് മുമ്പിലാണ്. വനിതാ കമ്മീഷൻ ഇനി അടൂർ ഗോപാലകൃഷ്ണനെ വിളിച്ചിട്ട് പുള്ളിയുടെ ഇതുവരെ കിട്ടിയ എല്ലാ അവാർഡുകളും തിരിച്ചെടുക്കും. പുള്ളിയുടെ ഫാൽക്കെ അവാർഡും അതുപോലെ പത്മശ്രീയോ പത്മഭൂഷണോ എന്താ വെച്ചാൽ അതും സ്വയംവരത്തിന് കിട്ടിയ സ്വർണ്ണ മെഡൽ എല്ലാം തിരിച്ചെടുത്തിട്ട് പുള്ളിയെ കഴുതപ്പുറത്ത് കയറ്റിയിട്ട് നാട് കടത്തും. പുള്ളിയെ അടൂരിൽ നിന്ന് ആലുവാമൊഴി കടത്തി ആലുവാമൊഴി കടത്തി തമിഴ്നാട്ടിലേക്ക് പാണ്ടിയിലേക്ക് പറഞ്ഞു. ഇതാണ്ടാവാൻ പോകുന്നത്. ഇനി പുള്ളിക്ക് സാക്ഷി പറയാൻ വന്ന ഒരാളുണ്ട്, അദ്ദേഹത്തിന് ഒരു ശ്രീകുമാരൻ നമ്പി എന്നത്. പുള്ളിയുടെ സ്ത്രീ ഏറെക്കുറെ ഇതൊക്കെ തന്നെയായിരിക്കും. പുള്ളിക്ക് പിന്നെ ഇത്ര അധികം അവാർഡുകളുടെ ഭാരമില്ലാത്തതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ കഴുതപ്പുറത്തല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൃഗത്തിൻ്റെ പുറത്ത് കയറ്റി നാട് കടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പുഷ്പവതി അറിയില്ല എന്നാണ് ശ്രീകുമാരൻ നമ്പിയും പറയുന്നത്. അടൂർ പറഞ്ഞ പിന്നെ മനസ്സിലാക്കാം, പുള്ളിയുടെ സിനിമയിലും പാട്ടില്ലായിരുന്നു. അടൂരിൻ്റെ ഒരു സിനിമയിലും പാട്ടുണ്ടായിട്ടില്ല. കൊടിയേറ്റത്തിലാണെങ്കിൽ പശ്ചാത്തല സംഗീതം പോലും ഉണ്ടായിരുന്നില്ല. കാശി ലാഭിക്കാൻ വേണ്ടി ചെയ്തതെന്നാണ് ആൾക്കാർ പറഞ്ഞു. ഏതായാലും പുള്ളിക്ക് അത് പറഞ്ഞേക്കാം. ഈ ശ്രീകുമാരൻ നമ്പി അങ്ങനെയല്ലോ, അദ്ദേഹം പാട്ടെഴുത്തുകാരനായിരുന്നു. അദ്ദേഹം നിരവധി സിനിമകൾ നിർമ്മിച്ച ആളാണ്, സംവിധാനിച്ച ആളാണ്. എല്ലാത്തിലും പാട്ടുണ്ടായിരുന്നു. ചട്ടമ്പി കല്യാണിയിലും പാട്ടുണ്ടായിരുന്നു, മോഹിനിയാട്ടത്തിലും പാട്ടുണ്ടായിരുന്നു. ഗാനം എന്ന് പറഞ്ഞ സംഗീത പ്രധാനമായ സിനിമ വരെ എടുത്ത ആളാണ്. അദ്ദേഹം പറയുന്നത് പുഷ്പവതിയെ പുള്ളിക്ക് അറിയില്ലെന്ന്. എന്തൊരു അക്രമം എന്നാലും പുഷ്പവതി അറിയാതെ പുള്ളി അങ്ങനെ ഇത്ര സിനിമ നിർമ്മിച്ചു, ഇത്ര സിനിമ സംവിധാനം ചെയ്തു, ഇത്രയധികം പാട്ടെഴുതി. ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ നിന്നുള്ള പാട്ട് എസ് ജാനകിക്ക് പകരം പുഷ്പാവതിയാണ് പാടിയിരുന്നെങ്കിൽ എത്ര വലിയ ഹിറ്റായത്. എന്നിട്ട് ഈ ശ്രീകുമാരൻ നമ്പിക്ക് അറിയാൻ പാടില്ലായിരുന്നല്ല, പുള്ളി അറിഞ്ഞുകൊണ്ട് ഈ പാവത്തിന് മോശക്കാരിയാക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് ഇതുപോലുള്ള പരാതി കൊടുക്കണം. വനിതാ കമ്മീഷനിൽ കൊടുക്കണം, പോലീസിലും കൊടുക്കണം, മനുഷ്യാവകാശ കമ്മീഷനിൽ കൊടുക്കണം, പറ്റുമെങ്കിൽ ബാലാവകാശ കമ്മീഷനിൽ കൊടുക്കണം, എല്ലാ കമ്മീഷനിലും കൊടുക്കണം. അങ്ങനെ പുള്ളിയുടെ കഞ്ഞൂടി മുട്ടിക്കണം. ഏതായാലും പരാതിക്കാർക്ക് നല്ല ചാകരയാണ് ഇപ്പോൾ ഉണ്ടായി വന്നിട്ടുള്ളത്. ഇതുപോലുള്ള പരാതികൾ കൊണ്ട് നമ്മുടെ സാംസ്കാരിക കേരളം ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി മറക്കാതിരിക്കാൻ പറ്റില്ല, മറക്കാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ അടൂർ ഗോപാലകൃഷ്ണനെ സർവാത്മനെ അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ പ്രിയ സുഹൃത്ത് സിനിമാ നടൻ കൂടിയായിട്ടുള്ള വിനായകൻ ഫേസ്ബുക്കിൽ ഒരു മനോഹരമായ കവിത എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. സത്യത്തിൽ ഈ വിനായകനെ വനിതാ കമ്മീഷനിൽ വിളിച്ചു വരുത്തി ഒന്ന് ആദരിക്കേണ്ടത്, അല്ലെങ്കിൽ അന്വേഷി ദിശ WCC മുതലായ സംഘടനകളെക്കുറിച്ച് സംയുക്ത യോഗം വിളിച്ചിട്ട് അദ്ദേഹത്തെ പൊന്നാട അണിയിക്കുമോ? ഇനി പൊന്നാട അണിയിക്കുന്നത് സവർണാധിപത്യത്തിൻ്റെ ഭാഗമാണെങ്കിൽ വേറെ എന്തെങ്കിലും ആട അണിയിക്കുമോ, അണിയിക്കാതിരിക്കുമോ, അഴിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ നന്നായിരിക്കും എന്നുകൂടി എനിക്ക് അഭിപ്രായമുണ്ട്. ഏതായാലും വിനായകനും വേടനുമാണ് ഇനിയുള്ള കാലത്ത് സാംസ്കാരിക കേരളത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയാനായിട്ട് മടിക്കേണ്ടതില്ല. അടൂർ ഗോപാലകൃഷ്ണൻ്റെയും ശ്രീകുമാരൻ നമ്പിയുടെയും അതുപോലുള്ള മൂരാച്ചികളുടെയൊക്കെ കാലം കഴിഞ്ഞു. ഇനി നമുക്ക് വേടനുണ്ട്, ശ്യാംകുമാറുണ്ട്, സണ്ണി കവിക്കാടുണ്ട്, എല്ലാത്തിനും ഉപരി പുഷ്പാവതിയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.